ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോൻ്റെ പണിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തേക്ക് വയറിങ് ചെയ്തു, കറണ്ട് വന്നു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന റൂം, ഞാനിപ്പോൾ കിടക്കുന്നതിൻ്റെ അപ്പുറം റൂമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം റൂം അതെ, അവിടെ മേലെ പൊടി ഓടുന്നുള്ള പൊടി വീഴുന്നതുകൊണ്ടാണ് എനിക്ക് തുമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മര്യാദയ്ക്ക് ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളാണ്ട് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോ റൂമിലേക്ക് പണി തീർന്നിട്ടൊന്നുമില്ല. പണി തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതിനകത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ ഇന്ന് മാറ്റുക. എന്നിട്ട് ഇന്ന് അതിനകത്തേക്ക് ഇരിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. കറണ്ട് വന്നു. അപ്പോൾ നമുക്കിനി ടേബിള്, ഞാൻ വർക്ക് കിട്ടുന്ന ടേബിൾ, ഈ ടേബിൾ കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് പണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ളത് കേട്ടോ. കുഞ്ഞിതായിരുന്നപ്പോൾ തൊട്ട് നമ്മുടെ സ്റ്റഡി ടേബിൾ എന്നൊക്കെ പറയൂലേ, പഠിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്ന കുഞ്ഞിന് തൊട്ടുള്ള ടേബിളാണ് കേട്ടോ. ഇതിനകത്തായിരുന്നു ഞാൻ കോപ്പി അടിക്കാൻ വേണ്ടി കുറെ എഴുതിയൊക്കെ ഉണ്ടാവും. ഇതില് നീ കോപ്പി അടിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ട് എന്ത് കാര്യം? അത് ഇവിടെ എക്സാം ഇടുവോ? ഇവിടെ എക്സാം അല്ലേ, ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കാണ്ടോ? കണ്ടോ, ഇൻഡിപെൻഡൻസ് സ്പെല്ലിംഗ് ഒക്കെ കണ്ടോ, എഴുതി കണ്ടോ? കണക്കൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയും അല്ലായിരുന്നു കേട്ടോ. ഇതിന്റെ അടിയിൽ കുറെ കള്ളികളൊക്കെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചതാണ് കേട്ടോ. അതായത് നമ്മള് മറ്റേ ചെയറിൽ ഇരിക്കൂലേ, നമ്മുടെ കമ്പ്യൂട്ടർ ചെയറിൽ ഇരിക്കുമ്പം കാലിങ്ങനെ തട്ടുമായിരുന്നു. അപ്പൊ അത് തട്ടാതിരിക്കാൻ വേണ്ടി അത് കടിച്ച് പൊടിച്ച് കളയായിരുന്നു ഞങ്ങള്. അല്ലേ? അപ്പം എന്തൊക്കെ വിക്രമിച്ചിട്ടുണ്ട്. അന്നട്ടായതാണ് ഇങ്ങനത്തെ. അതിന് നമ്മളൊരു ചില്ല് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് മാർബിളിന്റെ കഷ്ണം പോലത്തെ. മാർബിൾ അല്ലല്ലോടാ അതിന്റെ എന്ന് പറയുന്നത്, സാധാ ഗ്ലാസ്, കറുത്തൊരു ഗ്ലാസ് ആ ടേബിളിന്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ റൂമിലേക്ക് കയറ്റാൻ വേണ്ടി പോകാം കേട്ടോ. ഇന്ന് നമ്മൾ അതിനകത്ത് ഇരുന്ന് വർക്ക് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് കണ്ടോ, നമ്മുടെ കയ്യിൽ മറ്റേ ഈ TV മോണിറ്ററൊക്കെ ക്ലീൻ ചെയ്യുന്ന, അതുപോലെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സാധനമുണ്ട്, ലിക്വിഡ് ഉണ്ട്. ടേബിൾ അല്ല, അതിന്റെ ഗ്ലാസ്. ടേബിൾ അല്ലേ ഇത്? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്നും വരുന്നുണ്ടല്ലോ. ഇത് നമുക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പുതിയ നമ്മുടെ റൂമിലേക്ക് മാറ്റുമല്ലേ. തുടങ്ങി എന്നാ ഞങ്ങൾ നോക്കിയേ, പൊന്നു ഉണ്ടല്ലോ. പൊന്നു രാവിലത്തെ കൊതുത്തിരിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഷോർട്സ് എടുക്കുന്ന രാവിലെ ടൈമിലാണ്. അപ്പോൾ രാവിലെ ടൈമിൽ എനിക്കാണ് കുറച്ച് വർക്കുകൾ വന്നു അതിനിടയ്ക്ക്. എനിക്കപ്പോൾ ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതൊന്നും അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് വേണം എനിക്ക്. കുട്ടപ്പനായിട്ടിരിക്കുക. എന്താ മുതലേ സ്കൈ എന്തേ? സ്കൈ ഉണ്ടോ ബൊമ്മേ, മറ്റു പോയോ? ഒറ്റ വീഴ്ച. മേൽവശം ഞാൻ ക്ലീൻ ചെയ്തു, ഇനി അടിവശം നീ ക്ലീൻ ചെയ്തോ? ആ നനച്ച് തുടക്കട കുഞ്ഞാ. കണ്ട, ഈ ഉച്ചയ്ക്ക് ഭയങ്കര മടിയാണ് നനച്ച് തുടയ്ക്കാനേ. ഇത് ബാക്ടീരിയനെ കൊല്ലുന്ന സാധനമാണോ? ഞാൻ ആ തേനീച്ചക്കൂട്ടിൽ കുറച്ച് അടിച്ചാലോ എന്ന് ആലോചിച്ച് എടുത്തിട്ട്. കൊല്ലുന്നല്ല, കുറച്ചു നേരം അങ്ങനെ കൊറേ ഇങ്ങനെ പാറി നടക്കുക വീട്ടിന്റെ അടുത്ത് കൂടെ. കൊല്ലുന്നില്ല, ഇങ്ങനെ പാറി നടക്കാണ്ടിരിക്കാന്. സ്കൈയും ടൂളും അതിന്റെ അടുത്താ പോയിട്ട് പരിപാടി. എടാ, ആദ്യം ഇച്ചിരി തിരി എത്തിച്ചിട്ട് അകത്ത് കയറ്റാടാ. ഞാൻ ഇപ്പൊ വരാം, നീ കോലം നോക്കൂ. ഇരുന്ന് പണിയെടുത്തില്ലേ, പണിയെടുക്കാൻ പോവല്ലേ നീ, അതില് വർക്ക് ചെയ്യാൻ പോവല്ലേ. അങ്ങനെ വേണം. ഞാൻ പറയട്ടെ, നമ്മള് പണി കഴിഞ്ഞില്ലേലും വീട്ടിൽ കയറി താമസിക്കുമ്പോ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, നമ്മുടെ അടുക്കളയിൽ പാല് കാച്ചിയില്ലേലും നമ്മളവിടെ കയറി താമസിക്കുന്ന ചില വീടുകളുണ്ട്, പാല് കാച്ചി കഴിയാണ്ട്. നമ്മുടെ സാഹചര്യം പോലെയല്ലേ പിന്നെ മെല്ലെ. അപ്പം നമ്മൾ ചെറിയൊരു നിലവിളക്ക് എത്തിച്ചിട്ടല്ലേ കയറുക. അതേപോലെ ഇപ്പം നമുക്ക് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ച് കയറാം. പിടി കരയുന്നു. നിന്റെ കാര്യം പറഞ്ഞാല് എന്റെ ദൈവമേ, ഇതുണ്ടല്ലോ കാണിച്ചേ. ഇതാണോ നീ വെച്ചിട്ട് കത്തിക്കാൻ പോകുന്നേ? അതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ മെഴുകുതിരി ഞാൻ കത്തിച്ച് കയറും. റോസാപ്പൂവിന്റെ ഷേപ്പിൽ പൊന്നു മെഴുകുതിരി ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? സൂപ്പർ ആണ്ടേ. എന്റെ പാ കൊച്ചിന് വേണോ റോസാപ്പൂവ്? റോസാപ്പൂ വേണോ? ഇതെന്താ എല്ലാരും കൂടെ തിരിയും കത്തിച്ച് ദീപാവലിക്ക് പോകുന്ന പറയാണോ? ദീപാവലിക്കല്ലേ നമ്മളിങ്ങനെ കുറെ തിരിയും കത്തിച്ചിട്ട് ഇങ്ങനെ പോവുക, നടന്നു പോവുക അല്ലേ? എന്നാ കത്തിച്ച് കയറി വാ.
ഇത് പിടിച്ചോ, ഞാൻ പിടിച്ചോ. ആ മാറി കയ്യിനെ പിടിക്കേ. ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാൻ കേട്ടോ. തിരിയും കത്തിച്ച് വീട്ടിൽ കയറുവാ. അല്ല രണ്ടുപേരും ഒരു ഒറ്റ ചാട്ടം ചാടണ്ടോ. എനിക്ക് പമ്മീനെ ആ പ്രാർത്ഥിച്ചോ? എന്നിഷ്ടമുള്ള പ്രാർത്ഥിച്ചോ? നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാനും ഞങ്ങളുടെ അധ്വാനത്തിന് ഫലം ഉണ്ടാവണം ദൈവമേ. ഞങ്ങളുടെ കൂട്ടായിട്ട് ഉണ്ടാവണം ദൈവമേ. എത്രയും പെട്ടെന്ന് ഇതിന്റെ പണിയൊക്കെ തീർത്ത് നല്ല രീതിയിൽ നിങ്ങളെ വിളിച്ച് കേറിക്കൂടെ നടത്താൻ പറ്റട്ടെ. അയ്യപ്പ ഈശോയെ അള്ളാഹു കൂടെ ഉണ്ടാവണം. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എന്റെ പോലെ അതിന്റെ അധികം ചാടല്ലേ സ്കൈ. ഈ പുലിറ്റൊറ്റിയാ പുലിറ്റൊറ്റി. നിനക്ക് അറിയോ? നല്ല ഭംഗിയുണ്ട്. പൊന്നു ഉണ്ടാക്കി മേടിച്ചു കേട്ടോ. റോസാപ്പൂവിന്റെ ഷേപ്പിലുള്ള ഇങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. തിരികെ എടുത്താൽ നമുക്കൊരു ഇതിൽ ഉരുകി വീഴൂലേ? ഒരു ഇല എടുക്കുമോ? ഇലയോ? ഇവിടെ ഒരു ഇല എടുത്തിട്ട് ഇല എടുത്തിട്ട് ആ കാപ്പിയിലല്ലേ പറിച്ചോ? കാപ്പിന്റെ ഇലയാണല്ലോ. അയ്യോ അയ്യോ പൊള്ളല്ലേ. എന്നാ ഇവിടെ വെച്ചാൽ മതി, മേലെ വെച്ചാൽ മതി. അതിനിവിടെ ഇവിടേക്ക് എന്തൊക്കെയാ വരുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ ടേബിൾ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ബാക്കി അവിടെ എന്തൊക്കെ സാധനങ്ങൾ വരുന്നത് നിങ്ങൾ കാണിച്ചു തരാം. സൂപ്പറാണിപ്പാ. ആഹാ തിന്നോ? എന്റെ ദൈവമേ. പല്ല് കാണിച്ചേ. പല്ല് കാണിച്ചേ. പല്ല് ഒളിച്ചിക്കണ്ട. പല്ല് കാണിച്ചു. അടി കൂടരുത്. രണ്ടുപേരും കൂടെ അടി കൂടാ നോക്കുന്നേ. കൈ പിടിക്കാവുള്ളൂ. രാവിലെ എണീറ്റ് തുടങ്ങിയ പരിപാടിയായിരുന്നു കേട്ടോ. മൊത്തം ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റി അടിച്ചു വാരി കുറേ വെള്ളം ഉപയോഗിച്ചു. അതുകൊണ്ട് ടാങ്കിൽ വെള്ളം തീർന്നു കേട്ടോ. പപ്പ ടാങ്കിൽ മോട്ടർ അടിക്കാൻ പോയി. നമ്മൾ മോട്ടർ അടിക്കാൻ താഴെ നിന്നാണല്ലോ. അപ്പൊ കുറെ താഴെ പോയാണ് മോട്ടർ അടിക്കാൻ പോവുക. അപ്പൊ പപ്പ മോട്ടർ ഇടാൻ വേണ്ടി പോയാണ് കേട്ടോ. എന്നാ ടേബിൾ വെച്ചട്ടെ. അപ്പൊ നമുക്ക് ഇനി ടേബിൾ കയറ്റാവേ. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ടേബിളാട്ടോ ആദ്യം കേട്ടണേ. ഞാൻ പിടിക്കാം. മോനെ കൈമാറ്. എന്റെ പൊന്നെ, ഇത് ആരൊക്കെ പിടിക്കണേ? കാരണം ഇന്നലെ പിടിപ്പിച്ചതാട്ടെ ഈ സ്വിച്ച് ബോർഡൊക്കെ. അത് കാലൊത്തുന്നില്ല. ലൈറ്റ് ഇടിച്ചേ. നമ്മളെ വീട്ടിൽ കറണ്ട് വന്നേ. ടേബിളിന്റെ സ്ഥാനം ഇളകുന്നുണ്ടോ? ഇളകുന്നുണ്ടല്ലോ. നില നിരപ്പല്ലാത്ത കാരണം കേട്ടോ. നമ്മള് സിമെന്റ് കുഴച്ചതിന്റെ ഇടിപ്പുണ്ട് ഇതില്. അതുകൊണ്ട് മെല്ലെ മെല്ലെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ചെയ്യാൻ വേണ്ടിട്ട് അടി കൂടരുത്. അതെല്ലാം സെറ്റ് ആയിട്ട് കാണിച്ചു തരാവേ. അതെ അതെ അതെ. അപ്പൊ കൂട്ടുകാരെ സാധനങ്ങളൊക്കെ നമ്മുടെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
കേട്ടോ ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ വരുന്നത്. നമ്മുടെ ടേബിൾ ഉണ്ട്, നേരത്തെ ടേബിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ലാപ്പ്. ഗോൾഡൻ സ്പാരോ പാടിച്ചിട്ടുണ്ട്, സൗണ്ട് മ്യൂട്ടൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറും മറ്റേ ബാർ സ്പീക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഇരുന്ന് ഒന്ന് വർക്കൊക്കെ ചെയ്യാൻ ഒന്ന് സെറ്റപ്പായി. ആ നെറ്റിന്റെ ഇതുണ്ടല്ലോ, അത് അവിടെ കണക്ഷൻ റെഡി ആയിട്ടില്ല. ഇതാണ് നമ്മുടെ നെറ്റിന്റെ എക്സ്റ്റൻഷൻ കേട്ടോ. നമുക്ക് അവിടെയാണ് നമ്മുടെ റൂമിലാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം നമ്മുടെ റൂമിലാണ് നമ്മുടെ ഒറിജിനൽ അതിന്റെ മോഡം വരുന്നത്. അപ്പൊ അത് എക്സ്റ്റൻഡർ ആണ് കേട്ടോ, വൈഫൈ എക്സ്റ്റൻഡർ. അപ്പൊ ഇവിടേക്ക് നമുക്ക് നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതാ യൂസ് ചെയ്യുന്നത്. സ്കൈ ആണ് ഇത്ര നേരം പാട്ടും കേട്ടിട്ട്. ഇതിനുള്ളിലാണ് നല്ല മുഴക്കല്ലേ, ഒച്ചയും കൂടി ആകുമ്പോ സ്പീക്കറും കൂടെ നമ്മുടെ സബ്ബും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഒച്ചയാണ്. ആ ഉള്ളിൽ നല്ല ചൂടാ. സ്കൈ ആണെ പാട്ടും കേട്ടിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഒച്ച മ്യൂട്ട് 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 സ്കൈ മ്യൂട്ട്. ആ അപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാരും വന്ന് കണ്ടു. മമ്മിയും പപ്പ എല്ലാരും എല്ലാവർക്കും സന്തോഷമായി പോയി. അതെ അതെ, നമ്മളെന്തായാലും ഇതിനകത്തേക്ക് അങ്ങനെ നമ്മുടെ വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടായി, ആസ്പെറ്റോസ് ആയതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ. നിനക്ക് സ്പേസ് നിനക്ക് വേണേ ഒരു കസേര എടുത്തിട്ട് വന്നിരിക്കും. എന്തോ ഒരിക്കലോ എനിക്ക് എവിടെയെങ്കിലും ഒരു കസാര എടുത്തിടാന് ഭയങ്കര ഒച്ച കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റ് അടഞ്ഞിട്ടോ. സൂപ്പർ മാർക്കറ്റ് പോലെ നമുക്കിനി വാതിൽ കട്ടളപ്പടി വെക്കാനുണ്ട്, വാതിൽ വെക്കാനുണ്ട്. അത് നമ്മള് മെല്ലെ മെല്ലെ. കട്ടളനോ? കള്ളൻ കള്ളൻ അങ്ങനെ വെക്കൊക്കെ ഉള്ളതല്ലേ. പിന്നെ അങ്ങനെ ഇവിടെ കള്ളനും കത്തില്ല. CCTV കാര്യങ്ങളൊക്കെ ഉള്ളതാ കേട്ടോ, കാര്യങ്ങളൊക്കെ ഉള്ളതാ കേട്ടോ. പിന്നെ ഇല്ല ബെക്ക് ഓടിക്കൂലേ. അപ്പൊ എന്തായാലും അപ്പൊ കൂട്ടുകാരൻ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ, നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്തോളൂ. ഫിനിഷിംഗ് ഒന്നും അല്ല കേട്ടോ. അത് കുറെ വർക്കുകൾ ചെയ്യാണ്ട് നമ്മൾ മെല്ലെ മെല്ലെ നമ്മുടെ ഒരു സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യാം. അപ്പം എന്തായാലും ഫസ്റ്റ് നമ്മൾ ഇന്നോട്ട് നമ്മൾ കൂടി മൂവ് ചെയ്ത് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി നടിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. ഇവിടേക്ക് എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം, കുറെ പണികളുണ്ട് ഇനി. കാരണം ഒന്ന് മൂവ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ മെല്ലെ മെല്ലെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ അങ്ങനെ ഇരിക്കണം കൂട്ടി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡിയോ റൂം നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റുഡിയോ റൂം എങ്ങനെയാന്ന് ഉണ്ടാക്കിയത് കാണാത്തവര് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണണം. അതെ, ഇത് ശരിക്കും ഈ റൂം ശരിക്കും എന്തായിരുന്നു, ഇതിന് മുന്നേ എന്തായിരുന്നു, അതൊക്കെ ആണെങ്കിൽ അപ്പം കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മള് വീണ്ടും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കണ്ട. ബെൽ ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ. നമ്മുടെ വീഡിയോ ഹാക്കായി നമ്മുടെ ചാനൽ ഹാക്കായി പോയതിനു ശേഷം നമ്മുടെ ഓൾറെഡി നമുക്ക് ബെൽ ബട്ടൺ അമർത്തിയ ആൾക്കാരുടെ ഒക്കെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നില്ല, അവർക്കൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അതൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ അന്ന് ഹാക്കായി പോയത് കൊണ്ട് നമുക്ക് എന്തൊക്കെ അൽഗോരിതത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുവാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് വരും കേട്ടോ. അത് നേരത്തെ പ്രസ് ചെയ്ത ആൾക്കാരാണ് ചിലപ്പോൾ ഇപ്പൊ അത് പോയിട്ടുണ്ടാവും, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് മാറിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ അതോടുകൂടെ എന്ത് വീഡിയോ മറ്റൊരു നാൾ കാണാം.